ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു കേരള ഓപ്ഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താവാണോ എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു D4 ഡിജിറ്റൽ. കേരള ഓപ്ഷൻ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ കേരള ഓപ്ഷൻ ബ്രോഡ്ബാൻഡ് റീചാർജ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ വഴിയാണോ? ഓൺലൈൻ വഴിയുള്ള ഉപഭോക്താവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. ഓൺലൈൻ അല്ലാതെ ഓപ്പറേറ്റർ മുഖാന്തരം GPay ചെയ്തോ അതല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ട്രായുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പുതിയ കണക്ഷനുകളെല്ലാം ആധാർ വെരിഫിക്കേഷൻ വഴി മാത്രമാണ് നൽകുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായി പുതിയ കണക്ഷനുകളെല്ലാം ഇങ്ങനെ ആധാർ വെരിഫിക്കേഷൻ വഴി മാത്രമാണ് നൽകുന്നത്. പക്ഷേ അതിന് മുൻപുണ്ടായിരുന്ന പല കണക്ഷനുകളും നമ്മൾ ഓപ്പറേറ്റർ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ ഫോട്ടോ ഇതെല്ലാം ഒരു ആപ്ലിക്കേഷനിൽ ഒട്ടിച്ചാണ് ഒരു പഴയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആധാർ വെരിഫിക്കേഷനിലൂടെ അല്ലാതെ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയോ പാൻ കാർഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡിൻ്റെ കോപ്പിയോ മുഖാന്തരം എടുത്ത കണക്ഷനുകളെല്ലാം ട്രായ് ഇപ്പോൾ അവരുടെ ആധാർ വെരിഫിക്കേഷൻ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്റർ മുഖാന്തരമാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യുക. ഓൺലൈനായി റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പുതുതായി റീചാർജ് ചെയ്യാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആധാർ വെരിഫൈ ചെയ്തതിൽ മാത്രമാണ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓൺലൈനായി റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഓപ്പറേറ്റർക്ക് ക്യാഷ് കൊടുത്തല്ലെങ്കിൽ GPay ചെയ്തോ റീചാർജ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കളും അവരുടെ യൂസർ നെയിം നിങ്ങളുടെ ഓപ്പറേറ്റർ മുഖാന്തരം കൈവശപ്പെടുത്തുക. അതുപോലെ യൂസർ നെയിമും പാസ്വേഡും ചോദിച്ച് മനസ്സിലാക്കി ഈ ഒരു പ്രക്രിയ ഓൺലൈനായി ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് KYC ചെയ്യുക എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ Google Chrome ഓപ്പൺ ചെയ്തതിന് ശേഷം selfcare.keralaoption.isp എന്നുള്ള ഒരു കേരള ഓപ്ഷൻ്റെ ബ്രോഡ്ബാൻഡ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്കിവിടെ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഓപ്പറേറ്ററോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കോമൺ യൂസർ നെയിമാണ് ഉണ്ടാവുക. ഇതൊരിക്കലും നിങ്ങളുടെ വൈഫൈയുടെ പേരോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസോ അല്ല, നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡോ അല്ല. നിങ്ങൾക്ക് ഓരോ കണക്ഷനും സെൽഫ് കെയർ വഴി ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടായിരിക്കും. ഈ പാസ്വേഡ് നിങ്ങളുടെ ഓപ്പറേറ്റർ മുഖാന്തരം ചോദിച്ചതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു കസ്റ്റമർ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്നുള്ളൊരു വിൻഡോ ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു കൺഫർമേഷൻ ടിക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം അപ്ഡേറ്റ് KYC ഇൻഫർമേഷൻ എന്നുള്ള ഒരു വിൻഡോ ഇവിടെ ഒരു ബട്ടൺ ഇവിടെ കാണാം. ഇത് പ്രസ് ചെയ്യുക. നിങ്ങൾ വെരിഫൈ യുവർ KYC ഡീറ്റെയിൽസ് എന്നുള്ളൊരു വിൻഡോ ആണ് കാണുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ഒരു വിൻഡോയിൽ ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ അഡ്രസ്സ് എന്നുള്ളൊരു ബോക്സ് കാണാം. ഇവിടെ ആധാർ അഡ്രസ്സ് ആസ് മൈ ബില്ലിംഗ് അഡ്രസ്സ് എന്നുള്ളൊരു ടിക്ക് ഇടാനും കാണാം. അതായത് നിങ്ങളുടെ പല ഉപഭോക്താക്കളുടെയും അഡ്രസ്സിൽ ചിലപ്പോൾ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ആധാറിൽ എന്താണോ നിങ്ങളുടെ അഡ്രസ്സ് ഉള്ളത് അത് കറക്റ്റായിട്ട് നമുക്കിവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടിക്ക് ഇടേണ്ടത്. ഈ ടിക്ക് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ ഇവിടെ കറക്റ്റായി നമ്മുടെ ആധാർ കാർഡും അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈഡിലൊരു ഗ്രീൻ നിറത്തിലൊരു ടിക്ക് കാണാം. നമ്മൾ കറക്റ്റായി നമ്മുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ടിക്ക് വരുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിലും മൊബൈൽ നമ്പറിലും രണ്ടിലും ഗ്രീൻ ടിക്ക് വന്നാൽ ഇത് രണ്ടും വെരിഫൈ ആയി എന്നാണ് അർത്ഥം. അതിനുശേഷം നമുക്കിവിടെ തൊട്ട് താഴെയുള്ള ഒരു ടിക്ക് കൂടെ ഇടേണ്ട. അതിനുശേഷം ഇവിടെ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇതിലും OK ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരും. നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് ഈ OTP വരിക. നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഈ ഒരു OTP വരിക. ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ നമുക്കിവിടെ KYC കംപ്ലീറ്റഡി സക്സസ്ഫുള്ളി എന്ന് കാണാനാവുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാ കസ്റ്റമേഴ്സും അവരുടെ അക്കൗണ്ടിൽ കയറി ഈ ഒരു KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ് ബൈ സലീഷ്.